കർത്താവിൻ്റെ ധന്യമായ നാമത്തിന് സ്തോത്രം. ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഞാൻ വന്ദനം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1:2 ഇങ്ങനെ പറയുകയാണ്: ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുൾ ഉണ്ടായിരുന്നു. നോക്ക്, ദൈവമുണ്ടാക്കിയ ഭൂമിയിൽ പാഴ്, ശൂന്യം, ഇരുൾ എന്ന പ്രതിസന്ധി വ്യാപരിക്കപ്പെട്ടപ്പോൾ ആ ദൈവ സൃഷ്ടിയെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ തയ്യാറാകാതെ തൻ്റെ സൃഷ്ടിയുടെ മേൽ തൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനത്തിന് ദൈവം അതിനെ വിധേയപ്പെടുത്തി. അതിൻ്റെ റിസൾട്ട് വെളിപ്പെട്ടത് അതേ അധ്യായത്തിൻ്റെ 31 വാക്യത്തിലാണ്. അതേ അധ്യായത്തിൻ്റെ 31 വാക്യം ഇങ്ങനെ പറയുന്നു: താൻ ഉണ്ടാക്കിയതിനെ ദൈവം നോക്കി, എത്രയും നല്ലത് എന്ന് കണ്ടു. നോക്ക്, ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഇടത്ത്, ഇരുട്ടു മൂടപ്പെട്ട ഇടത്ത്, പാഴായിപ്പോയ ഇടത്ത്, ശൂന്യതകൾ പെരുകയിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ സകലവും നന്നായി വന്നു. സകലവും നന്നായി വന്നു. പ്രിയപ്പെട്ടവരെ, 2 അധ്യായത്തിൻ്റെ 1 വാക്യം പറയുന്നു: ദൈവമുണ്ടാക്കിയ സകലവും തികഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു പക്ഷേ നിങ്ങളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകാം. നിങ്ങളുടെ കുടുംബം ഇതുവരെ അഭിമുഖീകരിക്കാത്ത ചില പ്രതിസന്ധികൾക്കകത്തൂടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പോകുന്നത്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാതെ ഒരുപക്ഷെ നിങ്ങൾ മാനസികമായി തകരുന്നുണ്ടാകാം. ഒരു സന്ദേശം നിങ്ങളോട് കർത്താവിന് പറയാനുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ആ വിഷയത്തിനകത്ത് വ്യാപരിച്ചാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു തികവ്, ഒരത്ഭുതം അതിനകത്ത് നടക്കും. പ്രിയപ്പെട്ടവരെ, മനസ്സ് തകരണ്ട, മറ്റൊരു കുറുക്ക് വഴി തേടണ്ട. നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. സകലവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി പരിവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സജീവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി വരും. നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം, നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിൽ അത്ഭുത വിടുതലുകൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വസ്ഥതയും സമാധാനവും നൽകി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവ് തന്ന് നിങ്ങളെ നടത്താൻ ദൈവം വിശ്വസ്തൻ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിക്കുക. ഒരു തികവ് നിങ്ങളിൽ തന്ന് മാനിപ്പാൻ ദൈവം വിശ്വസ്തനത്രേ. മേ ഗാഡ് ബ്ലെസ് യു. ആമേൻ.